നമസ്കാരം. പ്രധാന വാർത്തകൾ. വോട്ടെണ്ണൽ നാളെ. പെരിന്തൽമണ്ണയിൽ നോ പാർക്കിംഗ് ബോർഡുകൾ നോക്കുകുത്തികളാവുന്നു. പെരിന്തൽമണ്ണ നഗരസഭാ വിദ്യാലയങ്ങളിൽ +2 ഉന്നത വിജയം. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കുന്നതിന് ക്ലീൻ അങ്ങാടിപ്പുറം പദ്ധതി നടപ്പാക്കുന്നു. യൂട്യൂബ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഹാരിസ് അറളപ്പിൽ. വാർത്തകൾ വിശദമായി. 16ാം ലോക്സഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടക്കുന്നതിന് ഇനി മണിക്കൂറുകൾ മാത്രം. വെള്ളിയാഴ്ച രാവിലെ 8 മണിക്കാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക. മലപ്പുറം സെന്റ് ജമ്മാസ് ഹൈസ്കൂളിലാണ് മലപ്പുറം മണ്ഡലത്തിന്റെ വോട്ടുകൾ എണ്ണുക. മലപ്പുറം മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി ഇ അഹമ്മദും LDF സ്ഥാനാർത്ഥി PK സൈനബയും BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ശ്രീപ്രകാശുമാണ് പ്രധാനമായും മത്സരരംഗത്തുള്ളത്. SDPI, വെൽഫെയർ പാർട്ടി തുടങ്ങിയവർക്കും സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. പൊന്നാനിയിൽ UDF സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീറും LDF സ്ഥാനാർത്ഥി അബ്ദുറഹിമാനും BJP സ്ഥാനാർത്ഥി നാരായണൻ മാസ്റ്ററുമാണ്. ഇവിടെയും വെൽഫെയർ പാർട്ടിക്കും SDPIക്കും സ്ഥാനാർത്ഥികളുണ്ട്. രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിച്ചാൽ 5 മിനിറ്റകം തന്നെ ലീഡ് അറിയാനാവും. 12 മണിയോടെ തെരഞ്ഞെടുപ്പിന്റെ ഫലം അറിയാനാവും. മലപ്പുറം ജില്ലയിൽ പൊന്നാനിയും മലപ്പുറവും കൂടാതെ വയനാട് മണ്ഡലത്തിന്റെ ഒരു ഭാഗവും ഉൾപ്പെടുന്നുണ്ട്. പൊന്നാനിയിലും മലപ്പുറത്തും വയനാടും വിജയിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് UDF. പൊന്നാനിയിലും മലപ്പുറത്തും തെരഞ്ഞെടുപ്പ് വിജയം ആഘോഷിക്കുന്നതിന് പച്ച നിറത്തിലുള്ള ലഡുവും പച്ച നിറത്തിലുള്ള ജിലേബിയും ബേക്കറികളിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ഉച്ചയോടെ ജില്ലയിൽ നിന്ന് ആര് തെരഞ്ഞെടുക്കപ്പെടുമെന്ന് അറിയാനാവും. പെരിന്തൽമണ്ണയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സ്ഥാപിച്ച നോ പാർക്കിംഗ് ബോർഡുകൾ നോക്കുകുത്തികളാവുന്നു. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് നോ പാർക്കിംഗ് ബോർഡിന് താഴെ. പെരിന്തൽമണ്ണ, മണ്ണാർക്കാട് റോഡ്, ചെറുപ്പശ്ശേരി റോഡ്, കോഴിക്കോട് റോഡ്, ഊട്ടി റോഡ് എന്നിവിടങ്ങളിലാണ് പോലീസ് നോ പാർക്കിംഗ് ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത്. ഗതാഗതക്കുരുക്കുണ്ടാകാൻ സാധ്യതയുള്ള ഇവിടങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുതെന്നാണ് പോലീസ് നിർദ്ദേശം. എന്നാൽ നഗരത്തിലെത്തുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യുമ്പോൾ പോലീസ് വെച്ച ബോർഡ് ശ്രദ്ധിക്കാതെയാണ് പാർക്ക് ചെയ്യുന്നത്. വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്താൽ പോലീസ് സ്റ്റിക്കർ ഒട്ടിക്കുകയും പിഴ അടക്കുകയുമാണ് ചെയ്യേണ്ടത്. എന്നാൽ മിക്കപ്പോഴും ഈ കാര്യത്തിൽ പോലീസ് മൗനം പാലിക്കുകയാണ് പതിവ്. ഇത് വാഹനങ്ങളുമായി എത്തുന്നവർക്ക് വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്യുന്നതിന് പ്രേരണയുണ്ടാക്കുന്നു. നഗരത്തിലെത്തുന്ന വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ സൗകര്യമില്ലാത്തതാണ് വാഹന ഉടമകളെയും ഡ്രൈവർമാരെയും പ്രതിസന്ധിയിലാക്കുന്നത്. ഇതും വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്യുന്നതിന് ഡ്രൈവർമാർക്ക് പ്രേരണയുണ്ടാക്കുന്നു. പെരിന്തൽമണ്ണ നഗരസഭയുടെ കീഴിലുള്ള ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ +2 ഉന്നത വിജയം. പെരിന്തൽമണ്ണ ഹയർ സെക്കൻഡറിയിൽ 461 കുട്ടികൾ +2 പഠിച്ചെഴുതിയതിൽ 430 പേർ വിജയിച്ചു. 91% വിജയം കരസ്ഥമാക്കി. 4 പേർ മുഴുവൻ A+ ലഭിച്ചു. മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ ഇരുത്തി 91% വിജയം കരസ്ഥമാക്കിയ ഏക സ്കൂൾ എന്ന ബഹുമതി പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനാണ്. പെരിന്തൽമണ്ണ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 164 പേർ പഠിച്ചെഴുതിയതിൽ 150 പേരും വിജയിച്ചു. 91.5% വിജയം കരസ്ഥമാക്കി. ഇതിൽ 4 പേർ മുഴുവൻ A+ ലഭിച്ചു. ഇവിടെ നിന്ന് പഠിച്ചെഴുതിയ 50ഓളം വിദ്യാർത്ഥികൾ പട്ടികജാതി വിഭാഗത്തിൽ പെടുന്നവരാണ്. പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SLCക്ക് 155 കുട്ടികൾ പഠിച്ചെഴുതിയത് 152 വിദ്യാർത്ഥികളും വിജയിച്ചു. 98% വിജയം നേടാനായി. ഇതിൽ 4 പേർ മുഴുവൻ A+ ലഭിച്ചു. പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ SLCക്ക് 99.4% വിജയം കരസ്ഥമായി. വളരെ പ്രയാസം നേരിടുന്ന ചുറ്റുപാടിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്ന അധികം പേരും. എന്നിട്ടും ഉന്നത വിജയം നേടാനായത് ഈ സ്ഥാപനത്തിന് തിളക്കം കൂട്ടുന്നു. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കുന്നു. കടകളിൽ നിന്നും വീടുകളിൽ നിന്നും ഉപയോഗിച്ച പ്ലാസ്റ്റിക് കവറുകൾ ശേഖരിച്ച് റീസൈക്കിൾ യൂണിറ്റിന് കൈമാറുന്ന പ്രവർത്തനം അടുത്ത ആഴ്ച ആരംഭിക്കും. റെസിഡൻഷ്യൽ അസോസിയേഷനുമായി ചേർന്നാണ് പദ്ധതി പ്രാവർത്തികമാക്കുന്നത്. ശുചിത്വ അങ്ങാടിപ്പുറം എന്ന ലക്ഷ്യം നേടാനായി പഞ്ചായത്ത് വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളാണ് ഈ വർഷം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്നത്. കത്തിച്ച് കളയാൻ പറ്റുന്ന മാലിന്യങ്ങൾ പരിസര മലിനീകരണം ഉണ്ടാവാത്ത ഇൻസിനറേറ്റർ സ്ഥാപിച്ച് സംസ്കരിക്കും. ജൈവ സംസ്കരണം നടത്തുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ സന്ദർശിച്ച് ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനാണ് തീരുമാനം. ശുചിത്വ മിഷന്റെ 20 ലക്ഷം രൂപയുടെ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചു. പൈപ്പ് കോമ്പോസിറ്റ് ബയോഗ്യാസ് ആവശ്യമുള്ള ഗുണഭോക്താക്കൾ പഞ്ചായത്തിൽ അപേക്ഷ നൽകണമെന്നും പഞ്ചായത്ത് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ പിഴ ചുമത്തുമെന്നും തീരുമാനിച്ചതായി പ്രസിഡന്റ് കോറാടൻ റംല അറിയിച്ചു. മങ്കടയിൽ പുലി ഇറങ്ങിയത് പരിഭ്രാന്തി പരത്തി. കൂട്ടിൽ AUP സ്കൂൾ പരിസരത്താണ് ബുധനാഴ്ച രാവിലെ 6 മണിക്ക് പുലിയെ കണ്ടത്. ഓട്ടോ ഡ്രൈവറായ കൂട്ടിൽ സ്വദേശി ആറ്റക്കോയ അസൈനാർ ഓട്ടോയുമായി വരുമ്പോഴാണ് സ്കൂൾ പരിസരത്തെ റോഡിൽ പുലിയെ കണ്ടത്. പുലി പിന്നീട് പൊന്തക്കാട്ടിലേക്ക് ഓടിമറഞ്ഞു. കേരള ഗ്രാമീണ ബാങ്കിന്റെ മേലാറ്റൂർ ശാഖയിൽ ATM പ്രവർത്തനം തുടങ്ങി. ബ്രാഞ്ച് മാനേജർ P. രവി ഉദ്ഘാടനം ചെയ്തു. SNDP മങ്കട ശാഖായോഗത്തിന്റെ കുടുംബസംഗമം നടത്തി. പെരിന്തൽമണ്ണ യൂണിയൻ സെക്രട്ടറി പാമ്പലത്ത് മണി ഉദ്ഘാടനം ചെയ്തു. അറിയിപ്പ്: പെരിന്തൽമണ്ണ അൽഷിഫ ഹോസ്പിറ്റലിന് കീഴിലുള്ള ഷിഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ഫാർമസി, നഴ്സിംഗ്, പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് 2014-15 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചതായി ഷിഫ മെഡിക്കൽ ട്രസ്റ്റ് ചെയർമാൻ P. ഉണ്ണീൻ അറിയിച്ചു. കുന്നക്കാവ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വിഭാഗത്തിൽ ഇംഗ്ലീഷ്,
ഹിന്ദി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഹിസ്റ്ററി, സ്റ്റാറ്റിസ്റ്റിക്സ് വിഷയങ്ങളിൽ അധ്യാപക ഒഴിവിലേക്കുള്ള ഇന്റർവ്യൂ 19 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ വെച്ച് നടക്കുമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ഏലംകുളം പഞ്ചായത്ത് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് പുതുക്കൽ ക്യാമ്പ് 18 നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വോട്ടെണ്ണൽ നാളെ. പെരിന്തൽമണ്ണയിൽ നോ പാർക്കിംഗ് ബോർഡുകൾ നോക്കുകുത്തികളാവുന്നു. പെരിന്തൽമണ്ണ നഗരസഭാ വിദ്യാലയങ്ങളിൽ +2 ഉന്നത വിജയം. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കുന്നതിന് ക്ലീൻ അങ്ങാടിപ്പുറം പദ്ധതി നടപ്പാക്കുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.